ധീരജ് വധക്കേസ് അതുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെബിൻ എബ്രഹാം എന്ന് പറയുന്ന നേരത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിട്ടുള്ള ഒരാൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. ഏതായാലും ഞങ്ങളെന്ന് പറഞ്ഞ കാര്യങ്ങൾ ആ കൊലപാതകത്തിൽ അത് എന്തെങ്കിലും തരത്തിലുള്ള വിദ്യാർത്ഥി സംഘർഷത്തിൻ്റെ ഒന്നും ഭാഗമായി ഉണ്ടായ കൊലപാതകമല്ല, മരണമല്ല. വളരെ ആസൂത്രിതമായി ധീരജിനെ കൊല്ലുക എന്ന ലക്ഷ്യം വെച്ച് പുറത്ത് നിന്ന് ആ കോളേജിൽ പഠിക്കാത്ത യൂത്ത് കോൺഗ്രസിൻ്റെ വാഴത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് നിഖിൽ പൈയുടെ നേതൃത്വത്തിൽ ആയുധവുമായി ഒരു സംഘം അവിടെ എത്തുകയായിരുന്നു. നിഖിൽ പൈലിക്ക് എന്താ ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിൽ കാര്യം? അതല്ലേ ആളുകൾ അന്വേഷിക്കേണ്ടത്? എന്നിട്ട് കുത്തി കൊന്നുകളഞ്ഞു. അപ്പം അവരുടെ സന്തത സഹചാരിയായിട്ടുള്ള സെബിൻ ഇപ്പോൾ ചില വെളിപ്പെടുത്തൽ നടത്തി. അദ്ദേഹം പറഞ്ഞു ഇനിയും കുറേ കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അപ്പം ഞങ്ങളന്നേ പറഞ്ഞതാണ് ഇതെല്ലാം ആസൂത്രിതമാണെന്ന്. അന്നത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഷാഫി പറമ്പൽ MP അന്ന് MLA ആയിരുന്നു. അയാളാണ് ഈ പ്രതികളെ സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചത്. അവിടെയുള്ള ഇടുക്കി MP കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള KPCC നേതൃത്വം അവർക്കെല്ലാം ഈ കൊലപാതകത്തിൽ പങ്കുണ്ട്. അവരെയെല്ലാം സംരക്ഷിക്കാൻ ആവശ്യമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. അപ്പം അതിൽ നിന്നെല്ലാം കിട്ടുന്ന ഒരു ഊർജത്തിൻ്റെ ഭാഗമായിട്ട് എന്തുമാവാം എന്ന ദാഷ്ട്യത്തോടു കൂടിയിട്ടാണ് ക്യാമ്പസിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും ആളുകൾ SFIയുടെ സഖാക്കളെ ക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കി നിൽക്കാൻ വേണ്ടി കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ ഒരു ക്യാമ്പസിലും ഒരു SFIക്കാരനെയും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ആളുകൾക്ക് ആക്രമിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കാൻ യുവജന പ്രസ്ഥാനത്തിന് തയ്യാറായി മുന്നോട്ട് വരേണ്ടി വരും. ഞങ്ങൾക്ക് ഇത്തരം സംഘങ്ങളോട് അതേ പറയാനുള്ളൂ. അതുകൊണ്ട് നമുക്ക് വേണ്ടത് സമാധാനമാണ്. നിങ്ങളിങ്ങനെ നിഖിൽ പൈലിമാരെയും ഇങ്ങനെ കുറേ ഗുണ്ടാ സംഘങ്ങളെയും ഇറക്കിയിട്ട് ഭയപ്പെടുത്തി SFIയുടെ പ്രവർത്തനത്തെ അവസാനിപ്പിക്കാമെന്ന് കരുതരുത്. ഇതിനേക്കാൾ വലിയ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ക്രൂരമായി വേട്ടയാടിയ സന്ദർഭത്തിലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം ശക്തമായി വിദ്യാർത്ഥികളെ അണിനിരത്തി മുന്നോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് SFIക്കെതിരായി യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് ഗുണ്ടാസംഘം ഇറങ്ങിയെന്ന് ചില സംഭവങ്ങളൊക്കെ നടത്തിയാൽ ഭയപ്പെട്ട് ഈ പ്രസ്ഥാനം പിന്നോട്ട് പോകും എന്ന് ധരിക്കേണ്ടതില്ല. DYFI ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഒരുക്കാൻ തയ്യാറാവും എന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്.